നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരു വാർത്തയല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ജീസൺ പോൾ വേങ്ങശ്ശേരിയിൽ അച്ഛൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജീസൺ പോൾ വേങ്ങശ്ശേരിയിൽ അച്ഛൻ്റെ പല ഡോക്ടറിനൽ ഇഷ്യൂസിനോടും ഞാൻ നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അച്ഛൻ്റെ കൂടെ നിന്ന്, അച്ഛനോട് ചേർന്ന് നിന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾക്ക് ഒന്നുകൂടെ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് പറയുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ജീസൺ പോൾ അച്ഛൻ്റെ സംസാര ശൈലി, അച്ഛന് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ആ കഴിവ്, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ അച്ഛൻ്റെ ഒരു ഫാനായി മാറിയോ എന്നൊരു ചിന്ത പോലും വന്നു. ഡോക്ടറിനിൽ അല്ല കേട്ടോ, ഡോക്ടറിനിൽ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സൂപ്പറായിരിക്കുന്ന അച്ഛന് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ആ കഴിവ്, ആ പ്രാപ്തി, അത് നിശ്ചയമായിട്ടും ദൈവദാനം തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ, അത് വചനത്തിൻ്റെ സത്യങ്ങൾ, അത് അച്ഛൻ്റെ വാക്കിലും ഭാഷയിലുമൊക്കെ ലോകസമക്ഷം കൊണ്ടെത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് അച്ഛനു വേണ്ടി ഞാനങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു വീഡിയോ അത് വൈറലായിരിക്കുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എന്നിട്ട് ഞാൻ എൻ്റെ പ്രതികരണവും അഭിപ്രായവും ഒക്കെ എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ഒന്ന് കേട്ടു നോക്കാം. അമൃത ഹോസ്പിറ്റലിലോട്ട് നിങ്ങളെങ്ങാനും ഒരു ഫോൺ ചെയ്താൽ അവരാദ്യം പറയുന്ന കാര്യം ഓം നമ ശിവായ അമൃത ഹോസ്പിറ്റൽ. ഇത് പറഞ്ഞ് അവർ തുടങ്ങത്തുള്ളൂ. അതിനകത്ത് തെറ്റുമെല്ലാം പറയാനുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം അവരുടെ സ്ഥാപനമല്ലേ. അവരുടെ സ്ഥാപനത്തിലോട്ട് ഒരാൾ സഹായം തേടി, സർവീസ് തേടി വിളിച്ചപ്പോൾ അവരുടെ ഫെയ്ത്തിനെ, അവരുടെ വിശ്വാസത്തെ ജെന്റിലായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്ന നല്ല കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ലൂർദ് ഹോസ്പിറ്റലിലേക്ക് അപ്പോയിൻമെന്റിന് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അവിടെ റിസപ്ഷനിലെ പെങ്കൊച്ച് ഫോൺ എടുത്തിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂർദ് ഹോസ്പിറ്റൽ, ലിസി ഹോസ്പിറ്റൽ അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് അങ്കമാലി ലിറ്റിൽ ഫ്ലോർ കിടക്കുന്നു. ഇതിലേതെങ്കിലും ഒരു ആശുപത്രിയിൽ ഫോൺ ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഫോൺ എടുത്തിട്ട് ആദ്യം പ്രൈസ് ദി ലോർഡ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ? ഇല്ല. കാരണം വി പീപ്പിൾ ആർ ടെറിബിളി സെക്കുലറൈസ്ഡ്. വി പീപ്പിൾ ആർ ടെറിബിളി സെക്കുലറൈസ്ഡ്. എന്തിനാ ഇത്രയും സെക്കുലറൈസ്ഡ് ആകുന്നത്? സെക്കുലറൈസ്ഡ് ആകുന്നത് നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞിട്ടാകരുത്. നമ്മുടെ വിശ്വാസത്തെ ജെന്റിലായിട്ട്, ആർക്കൊരു ദ്രോഹമുള്ള കാര്യമല്ലോ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഏറ്റു പറയാൻ എന്ത് പാട്ടിരിക്കുന്നു? ഇസ്ലാം സഹോദരൻ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ എന്താ പറയുന്നത്? അതൊക്കെ കറക്റ്റ് അറിയാം. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നല്ല കാര്യമല്ലേ? ലോകത്തെവിടെ, അതാണ് അവരുടെ ഗുണം. ലോകത്തെവിടെ അവർ കണ്ടാലും അവരത് പറഞ്ഞേ. ഇനി പറ, രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ട എന്താ പറയുന്നത്? ഈശോ, ഏത് നാട്ടിലെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ? ചുമ്മാ മുമ്പിലിരുന്ന് തള്ളുകയാണ്, വെറുതെ പറയുകയാണ്. നിങ്ങളുള്ള കാര്യം രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ടാൽ എന്താ പറയാറുള്ളത്? സുഖമാണോ? അത് പിന്നെ കുഴപ്പമില്ല, ഉപദ്രവമുള്ള കാര്യമല്ലോ. സുഖമാണോ എന്ന് ചോദിക്കുന്നത് തെറ്റില്ല. പിന്നെ വേറെ പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ മൂക്കണം, നമുക്ക് സ്തുതി കൊടുക്കണമെങ്കിൽ അല്ലേ? പ്രായമുള്ളവരെ കാണുമ്പോൾ സ്തുതിയല്ലോ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, രണ്ട് പേർ തമ്മിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് സംസാരം തുടങ്ങുന്നതിൽ ഉറപ്പിക്കാൻ മിക്കവാറും ക്രിസ്ത്യാനികളായിരിക്കും. എങ്ങനെയെന്നറിയാം? അറിഞ്ഞായിരുന്നോ? അല്ലേ, അറിഞ്ഞായിരുന്നോ? എന്ത് ആരാണ്ടോ കുറ്റമായി? അറിഞ്ഞായിരുന്നോ? കേട്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാണ് സംസാരം തുടങ്ങുന്നതിൽ ഉറപ്പിച്ചോ ക്രിസ്ത്യാനിയായിരിക്കും. ക്രിസ്ത്യാനിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങി വെക്കേണ്ട ഒരു കൊച്ചു കാര്യം, വർത്തമാനം പറയുമ്പോൾ ബിഗിൻ ഈച്ച് കോൺവെർസേഷൻ ഐദർ വിത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഓർ പ്രൈസ് ദി ലോർഡ്. മതി. സിമ്പിൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ആദ്യം ചെറിയ ചുവടുകൾ എടുത്ത് വെക്കുക, വലിയ വിപ്ലവം കാണിക്കാൻ പോകാതെ. നിങ്ങൾ മിണ്ടി തുടങ്ങുമ്പോഴേ ഒരാളോട് ആദ്യം എന്ത് പറഞ്ഞേക്കണം? സ്തുതിയായിരിക്കട്ടെ പറഞ്ഞേക്കണം. അത് നല്ല ശീലമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പറയും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. രണ്ടെപ്പോഴും എന്തിനാ? രണ്ടെപ്പോഴും ആവശ്യമില്ല. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നും എന്നും ഈശോ നാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് നല്ലതാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ശീലമായി പ്രൈസ് ദി ലോർഡ് എന്നോ അല്ലെങ്കിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നോ ഒക്കെ സംസാരത്തിൽ കൊണ്ടുവരണം. നിങ്ങൾ മിണ്ടി തുടങ്ങുമ്പോഴേ ഒരാളോട് ആദ്യം എന്ത് പറഞ്ഞേക്കണം? സ്തുതിയായിരിക്കട്ടെ പറഞ്ഞേക്കണം. അത് നല്ല ശീലമാണ്. നമുക്ക് തുടങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ ആ ഒരു ശൈലി. ഞങ്ങൾ ഈ പെന്തക്കോസ്തിലെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്നത് വലിയ ബഹളമൊക്കെ വെച്ച് നിന്നെയും കൊല്ലും, ഞാനും ചാവും എന്നൊക്കെയുള്ള ഭാവത്തിലാണ്. പക്ഷേ അച്ഛൻ്റെ ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. അതാണ് നല്ല ശൈലിയും. അങ്ങനെയൊക്കെ ആകാൻ ഞാനും ഇടയ്ക്കൊക്കെ ശ്രമിക്കാറുണ്ട്. പോകട്ടെ, വിഷയം അതല്ലല്ലോ. വിഷയം ഒരു ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ അഭിവാദ്യം ചെയ്യേണ്ട ആ ഒരു വാചകം, ഹലോ പറഞ്ഞു തുടങ്ങണമോ അതോ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു തുടങ്ങണമോ എന്നൊക്കെയുള്ള അച്ഛൻ്റെ ചിന്തകൾ. അച്ഛൻ പറഞ്ഞത് ആബ്സല്യൂട്ട്ലി
കറക്റ്റാണ്. ഞാൻ അച്ഛൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. ഈ പറഞ്ഞ പല സ്ഥാപനങ്ങളിലും കോളുകൾ ചെല്ലുമ്പോൾ അവരുപയോഗിക്കുന്ന ആ ഒരു അഭിവാദനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ശൈലി, അത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അച്ഛൻ പറയാത്ത ഒരു കൂട്ടം, ഒരു സംഘടനയുടെ കാര്യം മാത്രം ഞാൻ പറയാം. മുംബൈയിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്താണ് മുംബൈയിലെ വളരെ പ്രസിദ്ധമാകുന്ന ഈ ഇസ്കോൺ, അതായത് ഹരേ രാമ ഹരേ കൃഷ്ണ മിഷൻ്റെ ഹോസ്പിറ്റലുള്ളത്. ഭക്തിവേദാന്ത എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. ഭക്തിവേദാന്ത ഹോസ്പിറ്റലിൽ കോള് ചെന്നാൽ അവർ ഹലോ അല്ല പറയുന്നത്, ഹരേ രാമ ഹരേ കൃഷ്ണ ആ ഒരു മന്ത്രോച്ചാരണമാണ് അവർ പറയുന്നത്. നമ്മളെ ഹോസ്പിറ്റലിൻ്റെ വളരെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് നമ്മുടെ പല മലയാളി കുട്ടികളും ബോംബെയിൽ നേഴ്സസ് ജോലി തേടിയെത്തുമ്പോൾ ഈ ഭക്തിവേദാന്ത ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുവാൻ ശ്രമിച്ചിട്ട് അവരിൽ പലരും ആ ഓഫർ സ്വീകരിക്കാതെ പിന്മാറിയ കഥ എനിക്കറിയാം. പിന്മാറാനുള്ള കാരണം ആ ഹോസ്പിറ്റലിൽ നിർബന്ധമാണ്. ആര് ഫോൺ എടുത്താലും അവർ ഹലോ അല്ല പറയേണ്ടത്. അവർ പറയേണ്ടത് ഈ പറഞ്ഞതുപോലെ ഈ ഹരേ രാമ ഹരേ കൃഷ്ണ പോലെയുള്ള മന്ത്രങ്ങളാണ് അവർ പറയേണ്ടത്. വിശ്വാസികളായ കുട്ടികൾക്ക് പലപ്പോഴും അത് കഴിയുകയില്ല. പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിയമമാണ്, നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും ആ രീതിയിൽ വേണം ഫോണിൽ സംസാരിക്കാൻ. ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക്, അല്ലെങ്കിൽ ഒരു വാർഡിൽ നിന്ന് ഒരു നേഴ്സ് റിസപ്ഷനിലേക്കോ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഫോൺ ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ ഹലോ അല്ല പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നിബന്ധനകൾ ഉള്ളത് കൊണ്ട് ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നവർ, വിശ്വാസത്തെ ഹനിക്കുമെന്ന് പേടിയുള്ളവർ ആ ഹോസ്പിറ്റലിലെ ഓഫർ ലെറ്റർ സ്വീകരിക്കാതെ ജോലി അവിടെ കിട്ടിയിട്ടും ഉപേക്ഷിച്ച കഥകൾ എനിക്കറിയാം. എന്നാൽ ക്രിസ്ത്യാനികളായ പല കുട്ടികളും ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവരുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർ പറയുന്നത് പോലെ അഭിവാദനം ചെയ്തുകൊണ്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കറിയാം. അതവരുടെ വ്യക്തിപരമാകുന്ന വിശ്വാസം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിചിന്തനം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. അച്ഛൻ പറഞ്ഞ സബ്ജക്റ്റാണല്ലോ പറഞ്ഞു വരുന്നത്. ഇവിടെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെയുള്ള രീതികൾ നമ്മൾ ക്രൈസ്തവർ പാലിക്കേണ്ടതായിട്ടുണ്ടോ? ഉദാഹരണത്തിന് അച്ഛൻ പറഞ്ഞതുപോലെ ലൂർദ് ഹോസ്പിറ്റലിലേക്കോ ലിസി ഹോസ്പിറ്റലിലേക്കോ കോൾ ചെല്ലുമ്പോൾ പ്രൈസ് ദ ലോർഡ് എന്നോ ഈശോ മശീഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നോ ആണ് പറയുന്നതെങ്കിൽ അത് ക്രൈസ്തവരായ ആളുകൾ ഇങ്ങേ തലയ്ക്കിൽ നിന്ന് അത് സ്വീകരിക്കുകയും പ്രത്യഭിവന്ദനം ചെയ്യുകയും ചെയ്യും. അതിന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ അച്ചോ, ഇന്ന് കാലത്ത് ഈ കോള് ചെയ്തത് ഏതെങ്കിലുമൊക്കെ തലയ്ക്ക് മതം പിടിച്ച ഒരാളാണെങ്കിൽ ആ ആളുടെ പ്രതികരണങ്ങൾ എന്നെ മതം മാറ്റുവാൻ ശ്രമിച്ചു എന്നായിരിക്കും. പിന്നെ ലൂർദ് ഹോസ്പിറ്റലിന് നേരെയും ലിസി ഹോസ്പിറ്റലിന് നേരെയും കേസ് വരും. എന്തു പറഞ്ഞുകൊണ്ടാണ്? ഞാൻ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു വിശ്വാസം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചു. അത്രയധികം ഭ്രാന്ത് പിടിച്ച ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചോദ്യമുണ്ടാകും, അവരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഫോൺ ചെയ്യുമ്പോൾ കേൾക്കുന്ന ശബ്ദം അമൃത ഹോസ്പിറ്റലെങ്കിൽ അവിടെ, അല്ല ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇസ്ലാം സ്ഥാപനങ്ങളെങ്കിൽ അവിടെ, ഞാൻ പറഞ്ഞതുപോലെ ഭക്തിവേദാന്ത ഹോസ്പിറ്റലിലെങ്കിൽ അവിടെയൊക്കെ അവരുടെ മതത്തെ എക്സ്പ്രസ് ചെയ്യുവാനുള്ള അനുവാദം അവർക്കുണ്ടല്ലോ. പിന്നെ നമുക്ക് എന്തുകൊണ്ട് പറ്റുകയില്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ സർവാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളുടെ അധിനിവേശമാണ് അച്ചു. അതായത് അവർക്ക് നല്ല കൈക്കരുത്തും മേക്കരുത്തും ആശയപരമായിട്ട് അവരുടെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുവാനുള്ള അമിതമായ ശക്തിയുമുള്ളത് കൊണ്ട് നമുക്ക് അതിനെ ഒന്നും എതിർക്കുവാനുള്ള പവറും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. സർവാധിപത്യ പ്രസ്ഥാനങ്ങളുടെ അധിനിവേശ ശക്തിയാണത്. പക്ഷേ നമ്മൾ ക്രൈസ്തവർ അങ്ങനെയല്ലല്ലോ. നമ്മളെ കോള് ചെയ്യുന്ന ഒരാളിനെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു മതചിന്ത അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് ഒരു നേരിയ നൊമ്പരം പോലും അവരുടെ ഹൃദയത്തിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കാത്തവരാണല്ലോ നമ്മൾ. അധിനിവേശം അല്ലല്ലോ നാം ചെയ്യുന്നത്. നാം അങ്ങനെ ഈ പറഞ്ഞ സർവാധിപത്യം കാട്ടി മറ്റുള്ളവരുടെ ചിന്താ സരണികളെ ഒതുക്കുന്നവർ, കാൽച്ചുവട്ടിൽ വരുതിയിൽ വരുത്തുവാൻ ശ്രമിക്കുന്നവരല്ലല്ലോ നമ്മൾ. നമ്മളെക്കുറിച്ച് ആളുകൾ പറയുന്ന ഏറ്റവും വലിയ പരാതി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെന്നൊക്കെയാണ്. പക്ഷേ
യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ ജിസണച്ചോ. നമ്മളൊക്കെ സെക്കുലർ ആയതുകൊണ്ടൊന്നുമല്ല. മറ്റുള്ളവരുടെ വിശ്വാസം അവർക്കിരിക്കട്ടെ, നമ്മുടെ വിശ്വാസം നമുക്കിരിക്കട്ടെ. അങ്ങോട്ട് ആക്രമിച്ച്, അങ്ങോട്ട് സന്നിവേശിപ്പിച്ച്, അങ്ങോട്ട് അധികാരം സ്ഥാപിച്ച് ആരെയും കീഴടക്കണ്ട എന്ന ചിന്ത നമുക്ക് ഉള്ളതുകൊണ്ട് നാം അത്തരം പ്രയോഗങ്ങൾ, നാം അത്തരം അഭിവാദന ശീലങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് മാത്രം. പക്ഷേ മറുഭാഗം ഞാൻ പറയാം. ഇപ്പോൾ കോള് വരുന്നത് ഒരു ചർച്ചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണെങ്കിൽ, കോള് വരുന്നത് ഒരു ക്രിസ്തീയ സംഘടനയുടെ, ഒരു ഇവാഞ്ചലൈസേഷൻ സംഘടനയുടെ, ഒരു ബിഷപ്പ് ഹൗസിൻ്റെ ഒക്കെ ഒരു റിസപ്ഷനിലേക്കോ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കോ ആകണമെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ നിന്ന് പറയേണ്ടത് പ്രൈസ് ദി ലോർഡോ, ഈശോ മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള വാക്കുകളോ ആയിരിക്കണം. കാരണം കോൾ ചെയ്ത ആളിനറിയാം ഞാൻ വിളിച്ചിരിക്കുന്നത് ഈ ബിഷപ്പ് ഹൗസിലേക്കാണ്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചിരിക്കുന്നത് ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രെയർ ലൈൻ നമ്പറിലേക്കാണ്. അവിടെ നിന്നുണ്ടാകുന്ന പ്രതികരണം നിശ്ചയമായിട്ടും ഈ പറഞ്ഞതുപോലെ ക്രൈസ്തവമാകുന്ന ഒരു അഭിവന്ദന സ്വരമായിരിക്കണം. അതാണ് ഏറ്റവും യുക്തമെന്ന് എനിക്ക് തോന്നുന്നു. ജീസൺ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ അനുകൂലിക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു നേരിയ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തി. എന്നാൽ അച്ഛനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. രണ്ട് കാര്യത്തിൽ ഞാൻ ചേർന്ന് നിൽക്കുന്നു. ഒന്ന്, നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയെ തുറന്നു കാട്ടുവാൻ നാം മടിക്കേണ്ടതില്ല എന്ന കാര്യത്തിലും, പിന്നെ യേശുവിൻ്റെ പേര് പറഞ്ഞ് അഭിവാദനം ചെയ്യുവാൻ നാം തയ്യാറായിരിക്കണം. ആ വിധത്തിൽ ഒത്തിരി സെക്കുലറായി പോകല്ലേ എന്ന ചിന്താഗതിയോടും ഞാൻ യോജിച്ച് നിൽക്കുന്നു. ഇത് പറയുമ്പോൾ പഴയ ക്രൈസ്തവർ തമ്മിൽ കാണുമ്പോൾ അങ്ങ് ആദ്യ നൂറ്റാണ്ടുകളിൽ അവർ പ്രതിവിവാദനം ചെയ്തിരുന്നത് മാറാനാഥ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. മാറാനാഥ എന്ന പദം, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ കർത്താവ് വേഗം വരുന്നു. വലിയൊരു പ്രത്യാശയുടെ വാക്കുകളായിരുന്നു. പീഡിത സഭ അവർ തമ്മിൽ കാണുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദനം ചെയ്ത് അവരുടെ പ്രത്യാശയെ ഓർപ്പിച്ചിരുന്നു. അതായത് റോമിൻ്റെയും മറ്റ് ഭരണകൂടങ്ങളുടെയും അടിച്ചമർത്തലുകളിലൂടെ കടന്നു പോകുന്ന സഭയ്ക്കുണ്ടായിരുന്ന ഏക പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഈ പീഡാനുഭവങ്ങളൊക്കെ മാറി ക്രിസ്തു മടങ്ങി വന്ന് സഭയെ ചേർക്കുമെന്ന പ്രത്യാശയായിരുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ കാണുമ്പോൾ കരങ്ങൾ കൊടുത്ത് ആലിംഗനം ചെയ്ത് പരസ്പരം കാതുകളിൽ പറഞ്ഞിരുന്നു, വിഷമിക്കേണ്ട കേട്ടോ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. മാറാനാഥ അതൊരു വലിയ സന്ദേശമാണ്. മാറാനാഥ പീഡിത സഭയുടെ ഒരു വലിയ ഹോപ്പാണ്. ഞാൻ ചിന്തിക്കുന്നു 21-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കും ഏറ്റവും പ്രസക്തമാകുന്ന പ്രത്യാഭിവാദന സ്വരം മാറാനാഥ ആയിരിക്കും. കാരണം ഇവിടെ ഈ പറഞ്ഞ സർവാധിപത്യ പ്രസ്ഥാനങ്ങൾ ചവിട്ടി മെതിച്ച്, ചവിട്ടി അരച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ രോധനം എന്ന നിലയിൽ നമുക്ക് പരസ്പരം, കുറഞ്ഞപക്ഷം നമ്മൾ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ, ഒരച്ഛനും പാസ്റ്ററും തമ്മിൽ കാണുമ്പോൾ, ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയും കാണുമ്പോൾ, രണ്ടച്ഛന്മാർ, രണ്ട് പാസ്റ്റർമാർ തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കും പറവാൻ കഴിയട്ടെ, മാറാനാഥ നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന ആ ഒരു വന്ദനസ്വരം. ആ വന്ദനസ്വരം സഭയുടെ നോവിൻ്റെ, നൊമ്പരങ്ങളുടെ ഇടയിലെ പ്രത്യാശയുടെ ചെറിയ ഒരു നീർച്ചാലാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അച്ഛൻ്റെ ആ വീഡിയോയ്ക്ക് ഒരു പ്രതികരണമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.